ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴുത്ത നേന്ത്രപ്പഴം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാന്നൊക്കെ കരുതിയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര ശർക്കരൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പഴം നല്ല പഴുത്തതായ കാരണം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടോ, ഈ ഒരു ലൂസിലാണ് ഞാൻ ശർക്കര ഇവിടെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് 2 പിടി തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് 1 കപ്പ് രാഗി പൗഡറാണ് കേട്ടോ. രാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശർക്കരയുടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് പഴവും രാഗിപ്പൊടിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വേണം കേട്ടോ ശർക്കര ഉരുക്കിയത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇതിനെക്കാട്ടി ലൂസായി പോകരുത്, ഇത്രയും കട്ടി വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര കുറേശ്ശെ ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വാഴൻ്റെ ഇല ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാഗി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചില പിള്ളേരൊന്നും രാഗി നമ്മൾ കാച്ചി കൊടുത്താലൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇഷ്ടപ്പെടും. പഴമൊക്കെ ഇഷ്ടമാകുന്ന കുട്ടികൾക്ക് പഴം രാഗിയും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു നോക്കുക. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഓയിലോ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ രാഗിയായ കാരണം ഒരു 20 മിനിറ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കണം. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. കുറേ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പീസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കും വേണം കേട്ടോ. ഇങ്ങനെ ഞാനിവിടെ 2 തട്ടുള്ള സ്റ്റീമറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എല്ലതും ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ലത്. ചൂടാറിയിട്ട് കഴിക്കുമ്പോഴേ അതൊന്ന് ഒട്ടാണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കണമെങ്കിൽ ഒന്ന് ഒട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒട്ടുന്ന പോലെയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇത് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.